പ്രത്യേകിച്ച് തൃശ്ശൂർ ഞാൻ വടക്കുംനാഥ ക്ഷേത്ര മൈതാനവുമായി കണക്ട് ചെയ്ത് തന്നെ ഒരു ഭൂമി ജോഗ്രാഫിക്കലായിട്ടൊരു കണക്റ്റുള്ള ഒരു മണ്ണിൽ ഇരുന്ന് സംസാരിക്കുന്നത് കൊണ്ട് പൂരം കണ്ടക്റ്റിനകത്ത് വന്ന വീഴ്ചയെ സംബന്ധിച്ച് നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട. കഴിഞ്ഞ വർഷം പൂരം മര്യാദയ്ക്ക് നടത്തണം എന്ന് മുഖ്യമന്ത്രി ആർജവത്തോടെ ആഗ്രഹിച്ച് വിളിച്ചു കൂട്ടിയ ഫെബ്രുവരി മാസത്തിലാണെന്നാണ്, ജനുവരി അവസാനം ഫെബ്രുവരിയാണ്. ആദ്യത്തെ അവലോകന യോഗമുണ്ടായിരുന്നു, ഓൺലൈനായിരുന്നു. അതിന് ഒരു സീക്രട്ട് മോഡൊന്നും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. അത് രഹസ്യ യോഗമാക്കാൻ ഒക്കത്തില്ല. പക്ഷെ ആ യോഗം ഒരു ക്ലോസറ്റ് ആയിരുന്നു. അത് ലിങ്ക് അയച്ചു തന്നവർക്ക് മാത്രം പങ്കെടുക്കാൻ പറ്റും. ഞാൻ അതിനകത്ത് ഉണ്ടാവണമെന്ന് മുഖ്യമന്ത്രിയുടെയും മന്ത്രി രാജന്റെയും മാത്രം നിർബന്ധമായിരുന്നു. അവരെന്നെ തലേ ദിവസവും വിളിച്ച് ഉണ്ടാവണേ എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ അവലോകന യോഗത്തിൽ പങ്കെടുത്തതിന്റെ മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ 5 വരികളിൽ ഒരു വരി ഇത് എന്നോട് മൊഴിയെടുക്കാൻ വന്ന ഉദ്യോഗസ്ഥനോട് ഞാൻ പറഞ്ഞതാണ്. അത് പക്ഷെ ഈ റിപ്പോർട്ടിൽ എവിടെയും നിഴലിച്ചു പോലും കണ്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞ വാചകം ഇതാണ്: കഴിഞ്ഞ വർഷം പൂരം നടത്തി ഒരു അഹിതങ്ങളും സംഭവിക്കാതെ, വാചകങ്ങൾ ഇതല്ല കേട്ടോ, സംഭവിക്കാതെ ജനങ്ങൾക്ക് സന്തോഷം പകരേണ്ട നടത്തിപ്പിൽ ചില ഉദ്യോഗസ്ഥരുടെ അപക്വമായ നടപടിക്രമങ്ങളിലൂടെ അലങ്കോലപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഈ തവണ അതുണ്ടാവാൻ പാടില്ല. ഇതാദ്യത്തെ യോഗം. പൂരത്തിന് മുമ്പ് ഇതുപോലെ അനേകം യോഗങ്ങൾ നമ്മൾ ചേരും. നല്ല ഭംഗിയായി ഈ തവണത്തെ പൂരം നടത്താനുള്ള അഡ്മിനിസ്ട്രേഷണൽ എഫിക്കസി വർദ്ധിപ്പിക്കുന്ന ചർച്ചകളിലായിരിക്കും നമ്മൾ ഇനി മുഴുകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ, ഈ ഇപ്പൊ പുറത്തു വന്ന റിപ്പോർട്ട് എങ്ങനെയാ ശരിയാവുന്നു? നിങ്ങൾ അന്വേഷിച്ചാൽ മതി. വെർബാറ്റം കിട്ടുമെന്ന് നോക്കിയാൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ മുഖ്യമന്ത്രിയെ നിങ്ങൾ ചോദ്യം ചെയ്യാൻ വേണ്ട. അദ്ദേഹത്തിന് ഒരു പങ്കുമില്ല ഇതിനകത്ത്. അങ്ങനെ അപക്വമായ എന്ന് പറഞ്ഞ ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു. അത് അദ്ദേഹം ഉപയോഗിച്ചു. അതും ഈ റിപ്പോർട്ടുമായിട്ട് കോയിൻസൈഡ് ചെയ്യൂ. ഞാൻ ചോദിക്കുക വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കറിയാൻ പറ്റും. പക്ഷെ ഈ പുറത്ത് ചർച്ച ചെയ്യുന്ന ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.